ഫ്രണ്ട്സ്, ദിസ് ഈസ് ഷഫീഖ്. എല്ലാവർക്കും ട്രാവലിംഗ് ടെസ്റ്റ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ അധികവും ഉദ്ദേശിച്ചിട്ടുള്ളത് ട്രാവലിംഗ് വീഡിയോസാണ്. പിന്നെ മറ്റു സമയങ്ങളിൽ വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം, എങ്കിലും അധികവും ട്രാവലിംഗ് വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു റൈഡ് പോവാണ്. ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ച് ഇന്ന് രാവിലെ പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഏതാണെങ്കിലും ചെറിയ റൈഡ്, എങ്ങോട്ടുമല്ല, നമ്മളെ താമരശ്ശേരി ചുരം ഒന്ന് കയറണം. അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് പകർത്തിയിട്ട് ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ തിരിച്ചു വരണം. ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ NH-17 ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 5 മണിക്ക് വീട്ടിൽ പോകുന്നത്, വേങ്ങര ഭാഗത്ത് നിന്ന് 5 മണിക്ക് പോകുന്നത്. ആ സമയത്ത് നമുക്ക് വിഷ്വലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇരുട്ടായിരുന്നല്ലോ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കിയതാണ്. ഏതാണെങ്കിലും പിന്നെ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാസ്ക് ഹെൽമെറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ സൈഡിലായതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാസ്ക് ഒന്ന് ഊരിയിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ താമരശ്ശേരിയിലേക്ക് വിടാം. ഓക്കെ, ശരി. നമ്മളിപ്പോൾ ഉള്ളത് മാലപ്പറമ്പ സിഗ്നലിലാണ്. ഇവിടുന്ന് താമരശ്ശേരി ചുരത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ റൈറ്റ് തിരിഞ്ഞു. നമുക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറണം. ഇവിടെ നമുക്ക് മാലപ്പറമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് താമരശ്ശേരി ചുരത്തിലേക്ക് പോകാൻ വേണ്ടി മാലപ്പറമ്പ സിഗ്നലിൽ നിന്ന് നേരെ റൈറ്റ് തിരിയാം. റൈറ്റ് തിരിഞ്ഞു. ഇനി നമുക്കൊന്നും നോക്കാമല്ല, നേരെ സ്ട്രൈറ്റ് പിടിച്ചാൽ മതി. നമുക്ക് നേരെ സ്ട്രൈറ്റ് പോയാൽ താമരശ്ശേരി ചുരമാണ്. വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. നമ്മളിന്ന് പെട്ടെന്നൊരു റൈഡ് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പോ കാര്യങ്ങളോ ജാക്കറ്റോ ഒന്നും എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചു, കൂടെ കൂട്ടി വന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല നല്ല റൈഡ് വേറെ നോക്കാം. ഇറങ്ങിയത് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എങ്ങോട്ടാണെങ്കിലും റൈഡ് എങ്ങോട്ടാണെങ്കിലും അതിൻ്റെ രസം ഒരു ഇതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ. കാരണം ഈ 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റും ആസ്വദിക്കാൻ പറ്റില്ല, ആ ഒരു തണുപ്പോ കാര്യങ്ങളോ. സംഗതി രാവിലെ തണുപ്പ് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്, പൊതുവേ തണുപ്പാണ്. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ റൈഡ് പോകുമ്പോൾ ആ ചുറ്റിൽ എണീറ്റ് പോവുക, അതിരാവിലെ എണീക്കുക പോവുക, അതിനൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിരാവിലെ 5 മണിക്ക് തന്നെ ഇറങ്ങിയത്. അത് എങ്ങോട്ടാണെങ്കിലും റൈഡ് എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ. ഒരു ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതാണെങ്കിലും ചായ അടിക്കാൻ വേണ്ടി നൈസായിട്ട് ചായ, അല്ലാതെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കരുതരുതോ. അപ്പോൾ നമ്മളിപ്പോൾ താമരശ്ശേരി എത്തിട്ടോ. താമരശ്ശേരി ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇനി നമുക്ക് താമരശ്ശേരി ചുരത്തിലേക്ക് അധികം ദൂരമില്ല, ഒരു ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ യാത്ര, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ അടിവാരം എത്തിട്ടോ. അടിവാരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചുരത്തിന് അടുത്തെത്തി കഴിഞ്ഞു. ഇതാണ് നമ്മളെ അടിവാരം ടൗൺ. ഫസ്റ്റ് HP, അതായത് ഫസ്റ്റ് ഹെയർ പിൻ ആണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വളവ് ഇവിടെ നിന്നാണ്. കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. സ്വാഭാവികമായിട്ടും മേലെത്തുമ്പോഴേക്ക് തണുപ്പ് കൂടും, ഷുവർ. കയറുന്നവരും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നൈസ്.
ഏകദേശം നല്ല തണുപ്പായി തുടങ്ങി. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായി തുടങ്ങി. നാലാം വളവ്, 4th ഹെയർ പിന്നിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഇവിടെയാണ് ഒരുപാട് ആളുകൾ വന്ന് റിലാക്സ് ചെയ്യുന്നത്. നമ്മളെ KSRTC ആനവണ്ടി ചരിച്ചതേ വരുന്നു. അയ്യോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, വണ്ടികളൊക്കെ ആയി വരുന്നു. ഇവിടെ 2 കടകളുണ്ട്. ഈ കടകൾ നമുക്ക് ചെറിയ സ്നാക്സും ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടുന്ന് നമുക്ക് ഫാമിലി നൈറ്റൊക്കെ വരുമ്പോൾ ഒന്ന് ഇവിടെ പൊതുവെ ആളുകളൊന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫാമിലി നൈറ്റ് ആണെങ്കിലും ഫ്രണ്ട്സ് നൈറ്റ് ആണെങ്കിലും റൈഡ് വരുന്ന ടീമൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങും, ഒന്ന് റിലാക്സ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് നേരെ ചുരത്തിൻ്റെ ടോപ്പിൽ കയറാം. അവിടുത്തെ അവസ്ഥകളൊക്കെ നോക്കിയിട്ട് നേരെ തിരിച്ചു വരാം അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നേരെ മേലെ കിട്ടുമല്ലോ, മേലെ പോവാം, വിടാം. സംഗതി നൈസാണ്. ഒരുപാട് റൈഡേഴ്സ് ഇപ്പോൾ ഒരുപാട് പിന്നെന്താ പറയുക, യാത്രക്കാർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇറങ്ങി ഇതിൽ പോയി. ഈ സമയം നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്താൽ നമ്മളെ വീഡിയോസും വിഷ്വൽസൊക്കെ നമുക്ക് പകർത്തി നമ്മുടെ സുഹൃത്ത് നമ്മളെ കൂടെ ഉണ്ട്. എന്നെ കണ്ടോട്ടെ, കണ്ടില്ലേ, നമ്മളെ മണിക്കല്ലാണ്. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഓനാണ് നമുക്ക് എല്ലാ വിഷ്വൽസും എല്ലാം പകർത്തി തന്നത്. ഏതായാലും നമ്മളെ റൈഡ് ഏകദേശം 100 കിലോമീറ്റർ നമ്മൾ റൈഡ് കഴിഞ്ഞു. 100 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. നമ്മളെ റൈഡ് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തി. അൽഹംദുലില്ലാഹ്. ഇതേ ആ കാണുന്ന സംഗതി അറിയില്ലേ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മളെ സ്വന്തം പിന്നെ ദ പ്ലേസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, അതായത് നമ്മളെ വയനാടിൻ്റെ ഗേറ്റ്. വയനാട് ഗേറ്റാണ് ആ കാണുന്നത്. വെൽക്കം ടു വയനാട് എന്ന് എഴുതിയിട്ടുണ്ട്. വെൽക്കം ടു വയനാട്. നമുക്ക് എന്ത് ചെയ്യാം, വേറെ ദിവസം നമ്മളെന്തായാലും വരുന്നുണ്ട്, വയനാട്ടിലേക്കായിട്ട് നമ്മൾ വരുന്നുണ്ട്. അത് നെക്സ്റ്റ് റൈഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും ഈ റൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്, വ്ളോഗാണ്, ഞാൻ പറഞ്ഞു ആദ്യം. അപ്പോൾ നമ്മളെ പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങളെ കമൻസും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും അടുത്തൊരു പിന്നെ വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും പിന്നെ സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരോടും അതുവരേക്കും ബൈ.